എല്ലാവരും വീട്ടിൽ ലോക്കായിരിക്കുന്ന ഒരു സമയമാണിത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടുപറമ്പിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് ഒരു നാടൻ കറി, അതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഇരുമ്പൻ പുളിയാണ്. നമ്മുടെ നാട്ടിൽ ഓർക്കാപ്പുളി എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ ഈ മരത്തിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പപ്പായയാണ്. നമ്മുടെ നാട്ടിൽ കറുമൂസ എന്നറിയപ്പെടുന്ന പപ്പായ. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ എടുക്കുമ്പോൾ നല്ല പച്ച തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു മൺചട്ടിയിലോട്ട് ഞാൻ പപ്പായ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പമുള്ള പീസസായിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിലോട്ട് പപ്പായ എത്ര അളവിലാണ് എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം ഇരുമ്പൻ പുളി, അതായത് ഓർക്കാപ്പുളി എടുക്കുക. ഈ ഒരു വലിപ്പമുള്ള പീസസായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കഷ്ണങ്ങൾ എത്ര അളവിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ കഷ്ണങ്ങളുടെ ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണ്ടത് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ്. കൂടുതൽ ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ടേസ്റ്റ് ഇതിൻ്റെ അപാര ടേസ്റ്റാണ്. നമ്മളെ മോര് കറിയെ പോലും വെല്ലുന്ന ടേസ്റ്റാണ്. ഇതിൻ്റെ ഉമ്മ പഠിപ്പിച്ച തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ വീട്ടിലൊക്കെ. അപ്പം നിങ്ങൾ ഇരുമ്പൻ പുളിയും പപ്പായയും കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക, എരിവിന് ആവശ്യമുള്ള. അപ്പോൾ അതിൻ്റെ ഒരു അളവ് ഞാൻ പറയുന്നില്ല, കാരണം പച്ചമുളക് കൂടുതൽ എരിവുള്ളതും ഉണ്ടാവും, എരിവ് കുറഞ്ഞതും ഉണ്ടാവും. അപ്പം എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സിമ്മിലോട്ട് മാറ്റാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു 5 അല്ലി ചുവന്ന മുളക്, പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിപ്പോൾ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് വേവണം കേട്ടോ. നല്ല വെന്തതിന് ശേഷം മാത്രമേ അരപ്പ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം സിമ്മിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി വെള്ളം ഒഴിക്കണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു തിക്ക് കറിയായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ലൂസാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തിക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കഷ്ണങ്ങളൊക്കെ നമുക്ക് കോരി കഴിക്കാനും പറ്റും. പപ്പായ ആയാലും ഇരുമ്പൻ പുളി ആയാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കഴിക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടുപറമ്പിലുള്ള പച്ചക്കറിയാണല്ലോ, അധികം കീടനാശിനികളൊന്നും അടിക്കാത്ത പച്ചക്കറി ആയതുകൊണ്ട് എന്തായാലും മോശമാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് വറവിട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആയതിനു ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പായ ഇരുമ്പൻ പുളി കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.